ഹായ് ഡിയേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ അത് അങ്ങനെ നോമ്പൊക്കെ കഴിഞ്ഞ് പെരുന്നാൾ ഏകദേശം പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുക്കുന്ന തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ പുറത്ത് പോകേണ്ട വന്നിട്ടില്ല. എനിക്കതാ കുട്ടികൾക്കുള്ള ഡ്രസ്സൊക്കെ ഇവിടെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ആരാ എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറയാം കേട്ടോ. പിന്നെ ഞാനെടുത്ത 1-2 ഡ്രസ്സും കൂടി ഉണ്ട്, അപ്പോൾ അതും കൂടെ കാണിക്കാം. അപ്പം നിങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തോ എല്ലാവരും? എൻ്റെ ഡ്രസ്സ് കിട്ടിയിട്ടില്ല. ഞാനും ഓൺലൈനിൽ ഓർഡർ ചെയ്തേക്കാണ്. കാരണം കുട്ടികളെയും കൊണ്ട് ഡ്രസ്സ് എടുക്കാൻ പോവാന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് പിടിച്ച കാര്യമാണ്. കാരണം വേറെ ആരും ഇല്ല. അപ്പോൾ ഞാൻ 3 പേരെയും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് എടുക്കലാവില്ല നടക്കുക. അതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തേക്കാണ്, കിട്ടിയിട്ടില്ല. അപ്പോൾ കുട്ടികളുടെ ഡ്രസ്സ് ഓരോന്നായിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പം അതിന് മുമ്പ് ഡ്രസ്സ് ആരാണ് ഗിഫ്റ്റ് തന്നതെന്നുള്ളത് കൂടെ പറയാം കേട്ടോ. അപ്പം അവരുടെ ആൻറ്റിയാണ് ഇത്തവണ ഡ്രസ്സ് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. ആൻറ്റി എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ ഹസ്ബൻഡിന് ഒരു സിസ്റ്ററേ ഉള്ളൂ. അവർ മലപ്പുറത്താണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നു ഇത്തവണ കുട്ടികളുടെ പെരുന്നാൾ ഡ്രസ്സ് എൻ്റെ വകയാണെന്ന്. കാര്യം അവരുടെ ബർത്ത്ഡേക്ക് ഇപ്രാവശ്യം വരാൻ പറ്റിയിട്ടില്ല, നോമ്പിനൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഇത്തവണ പെരുന്നാൾ ഡ്രസ്സാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൈന്ത്രയിൽ നിന്നാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. കെൻസിനും കെൻസിക്കും അതിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ബേബിൻ്റെ ഡ്രസ്സ് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചുള്ളതാണ്. അപ്പോൾ അത് ഓൾറെഡി ഞാനെല്ലാം ഓപ്പൺ ചെയ്ത്, കാരണം അത് കിട്ടിയപ്പോൾ അവർക്ക് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട്. കാരണം സൈസും കാര്യങ്ങളും നോക്കണമല്ലോ, ഇല്ലെങ്കിൽ പിന്നെ ചേഞ്ച് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ ഓപ്പൺ ചെയ്തിട്ടെല്ലാം ഇട്ട് നോക്കി എല്ലാം കറക്റ്റാണ്. അപ്പോൾ ഞാൻ ഓരോരുത്തരുടെ ഡ്രസ്സ് വെച്ച് കാണിക്കാം കേട്ടോ. ഫസ്റ്റ് കെൻസിൻ്റെ ഡ്രസ്സ് കാണിക്കാം. ഇതാണ് കേട്ടോ കെൻസിൻ്റെ ടീഷർട്ട്. ഇങ്ങനെ ക്യാപ്പ് വരുന്ന ടീഷർട്ടാണ്. അപ്പോൾ അവർ തന്നെയാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ട് അയച്ചു കൊടുത്തത്. അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് വാങ്ങിച്ചിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ് കേട്ടോ. ഇട്ടിട്ടും നല്ല ഭംഗിയുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ. ഒരു കണക്കിന് ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് മേടിക്കുകയാണ് നല്ലത്. കാരണം കടയിൽ പോയാൽ ഈ തിരക്കിലൊക്കെ പോയാൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് കിട്ടില്ല. അതുപോലെ തിരക്കിൽ നമ്മൾ കിട്ടണ എടുത്തിട്ട് വരികയും ചെയ്യും. ഇതാകുമ്പോൾ നമുക്ക് നമ്മളുടെ കറക്റ്റ് സൈസിനുള്ളത് ഓർഡർ ചെയ്യുകയും ചെയ്യാമല്ലോ. ഇതൊക്കെ അവർ തന്നെ സെലക്ട് ചെയ്തിട്ട് അയച്ചു കൊടുത്താണ് കേട്ടോ. ഇതാണ് അവൻ്റെ പാൻറ്റ് വരുന്നത്. അവനിതുപോലെ പോക്കറ്റൊക്കെ ഉള്ള പാൻറ്റ് വേണമെന്നും പറഞ്ഞിട്ട് അവൻ തന്നെ സെലക്ട് ചെയ്തിട്ട് അയച്ചു കൊടുത്താണ് കേട്ടോ. ഇതാണ് പാൻറ്റ് വരുന്നത്. ഇനി കെൻസിയുടെ ഡ്രസ്സ് കാണിച്ചു തരാം കേട്ടോ. കെൻസി ഇത്തവണ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. കാരണം എല്ലാ തവണയും അവൾ പാൻറ്റാണ് കേട്ടോ എടുക്കാറ്. അവൾ പൊതുവേ പാൻറ്റിൻ്റെ ഒരാളാണ്. അപ്പം ഉടുപ്പ് ഇതുപോലെ സ്കേർട്ട് അതൊക്കെ എടുക്കൽ കുറവാണ്. അപ്പം ഇത്തവണ അതാ ആളൊരു ലെഹങ്കയാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ട്. അവൾ തന്നെ സെലക്ട് ചെയ്തതാണ് അവളുടെ ഇഷ്ടത്തിന്. പക്ഷെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് അവൾ ഇടുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് ഇട്ടിട്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഷോളും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് അവൾക്ക് ഒന്നും കൂടെ ഇഷ്ടമായി. കാരണം അവൾക്ക് ഷോളുള്ള ഡ്രസ്സുകളില്ല. അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് തന്നെ മതി എന്നും പറഞ്ഞിട്ട് അവൾ സെലക്ട് ചെയ്തത്. ഇതൊരു മിനി ടോപ്പാണ് കേട്ടോ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ചെറുതാണെന്ന് വിചാരിച്ചു, പക്ഷെ ഇട്ടപ്പോൾ കറക്റ്റ് സൈസാണ് കേട്ടോ. അപ്പം അങ്ങനെ അതിൻ്റെ കൂടെ വരുന്ന ഷോളാണ്. അപ്പോൾ ഇതിന് ഷോളൊക്കെ വരുന്നുണ്ട്. തന്നെ മതി എന്നും പറഞ്ഞിട്ട് അവൾ തന്നെ ചൂസ് ചെയ്തതാണ്. ഇനി ബേബിൻ്റെ ഡ്രസ്സ് കാണിക്കാം. ഇത് പിന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ ബാബാ സൂട്ടുണ്ട്. ഇതാണ് ഇത് അതിൻ്റെ ഉള്ളിലിടുന്ന ടീഷർട്ട് കേട്ടോ. ഇതാണ് ബേബിൻ്റെ ഡ്രസ്സ്. പിന്നെ ഇതാ 1-2 ഞാൻ വാങ്ങിച്ച ഡ്രസ്സുകളുണ്ട്. ഇത് കെൻസിയുടെ ആണ് കേട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ബഗ്ഗി പാൻറ്റും. ഇതൊരു ദിവസം നെസ്റ്റോയിൽ പോയപ്പോൾ കണ്ടപ്പോൾ ഇഷ്ടമായപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതുള്ളതുകൊണ്ടാണ് ഇത്തവണ പാൻറ്റ് വേണ്ടാന്ന് വെച്ചത്. കാരണം എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണ്ടേ. അപ്പോൾ അത് അതിൻ്റെ ടോപ്പാണ് കേട്ടോ. അത് ഫുൾ സ്ലീവ് വരുന്ന ഹൈനെക്ക് വരുന്ന ടീഷർട്ട്. അതുപോലെ തന്നെ കെൻസിന് ഒരു ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അവന് പാൻറ്റ് ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് പിന്നെ ടീഷർട്ട് മാത്രമാണ്. പിന്നെ ബേബിക്ക് ഇവിടെ ഓൾറെഡി ഇടാത്ത ഡ്രസ്സ് വേറെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് പിന്നെ എല്ലാം ഉള്ളപ്പോൾ പിന്നെ നമ്മൾ മേലെ എടുക്കണ്ടല്ലോ. അപ്പോൾ ഡ്രസ്സൊക്കെ എല്ലാവരും കണ്ടല്ലോ. എല്ലാവർക്കും ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും
ബൈ.